कृष्ण पृष्ठाय भूतले श्रीमदे भक्ति वेदांत स्वामिन्निति नामिने नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणि जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे हरे राम हरे 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 कृष्णा कृष्णा हरे राम हरे कृष्णा 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 हरे राम हरे कृष्णा हरे राम हरे हरे कृष्णा 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 हरे हरे राम राम हरे हरे जय प्रभु बधा जय प्रभु बधा शिल प्रभु बधा जय गुरुदेवा जय गुरुदेवा शिल गुरुदेवा मेरे भाई गुरु हरि बोल हरि बोल निताई गौर हरि बोल निताई गौर हरि बोल हरि बोल हरि बोल निताई गौर हरि बोल ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम तलसत हरे कृष्ण നമ്മള് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 ഒരു സെക്കൻഡ് അധ്യായം 15 ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 പുരുഷോത്തമ യോഗം ശ്ലോകം 6 न तद्भासयते सूर्यो न शशाङ्को न पावकः यद्गत्वा न निवर्तन्ते तद्धाम परमं मम न तद्भासयते सूर्यो न शशाङ्को न पावकः यद्गत्वा न निवर्तन्ते तद्धाम परमं मम न भासयते सूर्यो न शशाङ्को न पावकः यद्गत्वा न निवर्तन्ते तद्धाम परमं मम വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ് പരമമായ എന്റെ ആവാസ സ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരില്ല ഭാവാർത്ഥം ജയ ശ്രീല പ്രഭുപാദ് കി ജയ്
പരമപുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ വാസസ്ഥാനത്തെ ഗോലോക വൃന്ദാവനം എന്ന കൃഷ്ണലോകത്തെ ഇവിടെ വർണ്ണിക്കുന്നു. പരമ വ്യോമത്തിൽ സൂര്യചന്ദ്രന്മാരോ അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം പരത്തേണ്ട ആവശ്യമില്ല. അവിടെ എല്ലാ ഗ്രഹങ്ങളും സ്വയം പ്രകാശങ്ങൾ എത്ര. ഈ വിശ്വത്തിൽ സൂര്യന് മാത്രമേ സ്വയം പ്രകാശം. വൈകുണ്ഠങ്ങൾ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളുടെ ഉജ്ജ്വല പ്രകാശമാണ് പരവ്യോമം. ഇത് ബ്രഹ്മജ്യോതി എന്നറിയപ്പെടുന്നു. വാസ്തവത്തിൽ ഈ പ്രഭാപൂരം പൊഴിയുന്നത് കൃഷ്ണലോകം എന്ന ഗോലോക വൃന്ദാവനത്തിൽ നിന്നാണ്. ഈ പ്രഭാപൂരത്തിന്റെ ഒരു ഭാഗം മഹത്തത്വം എന്ന ഭൗതിക പ്രപഞ്ചത്താൽ ആവരണം ഇരിക്കുകയുമാണ്. വെട്ടിത്തിളങ്ങുന്ന ഭൂരിഭാഗവും വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ആധ്യാത്മിക ലോകങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. ഇവയിൽ സുപ്രധാനമാണ് ഗോലോക വൃന്ദാവനം. ഇരുളടഞ്ഞ ഈ ഭൗതിക ലോകത്തിൽ ജീവസത്തയുടെ ജീവിതം ബദ്ധമാണ്. കീഴ്മേലായി നിൽക്കുന്ന ഈ മായാവൃക്ഷത്തെ ഛേദിച്ച് പരമദിവ്യോത്തമത്തിലെത്തിയാൽ അയാൾ മുക്തനായി. പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല. ബന്ധനാവസ്ഥയിലിരിക്കെ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഉടമയെന്ന് അഭിമാനിച്ചാലും സ്വതന്ത്ര അവസ്ഥയിൽ ആത്മാവ് ആധ്യാത്മിക സാമ്രാജ്യത്തിലെത്തി ഭഗവാന്റെ സഹചാരിയായിത്തീരുന്നു. ശാശ്വതാനന്ദവും ശാശ്വത ജീവിതവും പൂർണ്ണജ്ഞാനവും നേടുന്നു. ഈ അറിവ് കൊണ്ട് നാം പ്രചോദിതരാകും. ഇതറിഞ്ഞ ഒരാൾക്ക് സത്യത്തിന്റെ തെറ്റായ പ്രതിച്ഛായയിൽ നിന്ന് സ്വയം പുറത്തു കിടന്ന് ശാശ്വത ലോകം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടാവണം. ഭൗതിക ലോകത്തോട് അതിയായ ആസക്തി ഉണ്ടെങ്കിൽ അത്ര വേഗം അതിനെ വിട്ടൊഴിയാനാവില്ല. കൃഷ്ണാബോധ പ്രവർത്തനം കൊണ്ട് ക്രമേണ വിരക്തി വരാനുള്ള സാധ്യതയുണ്ട്. കൃഷ്ണാബോധമുള്ള ഭക്തന്മാരുമായി സഹവസിക്കുകയും അത്തരമൊരു സമൂഹത്തെ തേടി കണ്ടെത്തുകയും വേണം. അങ്ങനെ ഭക്തിയുടെ സേവനം പരിശീലിക്കണം. എന്നാൽ ഭൗതികതയോടുള്ള ആസക്തി മുറിച്ചു നീക്കാൻ കഴിയും. കാവിയെടുത്തത് കൊണ്ട് മാത്രം ഭൗതിക ആകർഷണങ്ങളിൽ നിന്ന് വിട്ടൊഴിയാൻ സാധ്യമല്ല. ഭക്തിയുത ഭഗവത് സേവന കർമ്മത്തിൽ ആസക്തി ഉണ്ടാവണം. യഥാർത്ഥ വൃക്ഷത്തിന്റെ തെറ്റായ പ്രാതിനിധ്യമാകുന്ന ബന്ധനത്തിൽ നിന്നൊഴിയാൻ 12-ാം അധ്യായത്തിൽ വിവരിച്ചതുപോലെയുള്ള ഭക്തിയുടെ സേവനം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കണം. ഭൗതിക പ്രകൃതി എല്ലാ പ്രക്രിയകളെയും മലിനപ്പെടുത്തുന്ന എങ്ങനെയെന്ന് 14-ാം അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഭക്തിപൂർവമായ ഭഗവത് സേവനം എന്ന തികച്ചും അതീന്ദ്രിയമായുള്ളൂ. പരമം മമ എന്ന വാക്കുകൾക്ക് ഇവിടെ പ്രാധാന്യമുണ്ട്. വാസ്തവത്തിൽ ഏതൊരു മുക്കും മൂലയും പരമപുരുഷന്റേത് തന്നെ. എങ്കിലും പരമം, അതായത് 6 ഐശ്വര്യങ്ങളും തികഞ്ഞത് ആധ്യാത്മിക ലോകം അത്രേ. അവിടെ വെയിലോ നിലാവോ നക്ഷത്രങ്ങളോ ആവശ്യമില്ലെന്ന് കഠോപനിഷത്തും പറയുന്നുണ്ട്. ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്ര താരകം. പരവ്യോമം മുഴുവൻ ഭഗവാന്റെ അന്തരംഗ ശക്തിയെ ആണ്ട് തന്നെ പ്രകാശമാണ്. ആ പരമധാമം ആത്മസമർപ്പണത്താൽ അല്ലാതെ മറ്റൊരു വഴിയിലൂടെയും ആർക്കും പ്രാപ്യമില്ല. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനത്തിമിരന്തസ്യ ജനാർദ്ദനശലാഖയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ശ്രീമതി സ്വാമി നമോ വിഷ്ണുപദായ കൃഷ്ണപ്രസാദ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സരസ്വതി ഗൗരിവാണി പ്രചാരണ വിശ്വസുഷി പാശ്ചാത്യ ദേശാരൻ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गौर भक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. നല്ലൊരു ശ്ലോകമാണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉത്തരങ്ങൾ തരുന്ന ഒരു ശ്ലോകമാണിത്. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം. എന്റെ ലാപ്ടോപ്പ് ഇന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഗുഡ്. നമ്മളോ ഹരേ കൃഷ്ണ 14-ാം അധ്യായത്തില് ഭഗവാൻ 3 ഗുണങ്ങളെ കുറിച്ചും ആ 3 ഗുണങ്ങളും എങ്ങനെയാണ് നാം ഓരോരുത്തരെയും നിയന്ത്രിക്കുന്നതെന്നും വിശദീകരിച്ചു, അല്ലെ? അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളെ ദേഷ്യവും സങ്കടവും വിഷമവും ഒക്കെ നമ്മളെ കൊണ്ടല്ല, ഈ ഗുണങ്ങളെ കൊണ്ടൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു, അല്ലെ? ഈ ഗുണങ്ങളാണ് നമ്മളെ നിയന്ത്രിക്കുന്നതും ആ ഗുണങ്ങളുടെ
എന്താണ് ആ ഒരു കൺട്രോളിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്തു പോകുന്നതെന്ന് നമ്മളന്ന് മനസ്സിലാക്കിയായിരുന്നു. 14-ാം അധ്യായത്തിന്റെ അവസാനം ഓരോ ബദ്ധാത്മാവും എങ്ങനെയാണ് ഈ 3 ഗുണങ്ങളുടെ കെട്ടുപാടുകളിൽ നിന്ന് ആ, മുക്തനാകുന്നതെന്നും വിശദീകരിച്ചു. ഉം. എങ്ങനെയാണ് എങ്ങനെയാണ് മുക്തനാവുക? നമുക്ക് ഭക്തിയുടെ സേവനത്തിലൂടെയും പിന്നെ ഭക്തിയിലൂടെയും, അല്ലെ? ഭക്തിയുടെ സേവനത്തിലൂടെ മാത്രമേ നമുക്ക് ഭക്തി കിട്ടത്തുള്ളൂ, അല്ലെ? അപ്പൊ നമ്മൾ എല്ലാവരും എപ്പോഴും വിചാരിക്കേണ്ടത് എന്താണ്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ഭക്തിയുടെ സേവനമാണ് ഏറ്റവും വലുത്. അപ്പൊ അതിന് എന്തൊക്കെ എപ്പോഴൊക്കെ അവസരങ്ങൾ കിട്ടുമോ അപ്പൊ ചാടി വീണോണം. എനിക്ക് പറ്റത്തില്ല, എനിക്ക് സൗകര്യം കിട്ടില്ല, എനിക്ക് സമയം കിട്ടത്തില്ല, എനിക്ക് എനിക്ക് എന്റെ കിച്ചണിൽ പണിയുണ്ട്, എനിക്ക് ഓഫീസിൽ പണിയുണ്ട് എന്ന് പറഞ്ഞത് നമ്മൾ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പാടില്ല. ഓരോ അവസരം ഭഗവാൻ നമുക്ക് ഇങ്ങനെ കൊണ്ട് തരുന്ന ആ അവസരങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ചിലർക്ക് പ്രീച്ചിങ്ങിനോടായിരിക്കും താല്പര്യം, അല്ലെങ്കിൽ പ്രീച്ചിങ്ങിനായിരിക്കും കഴിവ്. ചിലർക്ക് പാചകത്തിലായിരിക്കും കുക്ക് ചെയ്യണം, അല്ലെ? ഭഗവാന് വേണ്ടി കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഭക്തന്മാർക്ക് വേണ്ടി കുക്ക് ചെയ്യണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭഗവാനെ ഡയറക്റ്റ് ആയിട്ട് സേവ ചെയ്യണമെന്നുള്ള ഒരു യാതൊരു നിർബന്ധവും. ഭഗവാന്റെ ഭക്തന്മാരെ സേവ ചെയ്താൽ മതി, അല്ലെ? എന്തിനാ പറയുന്നത്? എന്താണ്? ഭഗവാന്റെ ഭക്തന്മാര് കഴിച്ച ഒരു പാത്രം എടുത്ത് കഴുകിയാൽ അതൊരു ഭയങ്കര സേവയാണ്, അല്ലേ? നമ്മളൊക്കെ സാധാരണ എന്താ വിചാരിക്കുക? വച്ചിച്ചിയാണ് വിചാരിക്കാം, അല്ലേ? പക്ഷെ എന്തുമാത്രം പുണ്യമാണ് നമ്മൾ ആർജിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അത്രയ്ക്കും പുണ്യമാണ്. ഭക്തന്മാരുടെ പാത്രം കഴുകി കൊടുക്കുക, ഭക്തന്മാരുടെ ചെരുപ്പുകളൊക്കെ അടുക്കി വയ്ക്കുക, അല്ലെ? ഭക്തന്മാർക്ക് വഴിയൊരുക്കുക, അല്ലെ? അവരങ്ങോട്ട് ഭഗവാനെ തൊഴാൻ പോകുമ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കി ഇടുക, അല്ലെങ്കിൽ അവിടെ ആൾക്കാരെയൊക്കെ മാറ്റി ഒന്ന് വഴി കൊടുക്കുക. ഭക്തന്മാരെന്ന് പറയുമ്പോൾ ഏതൊരു ഭക്തൻ, അല്ലെ? ആദ്യമായിട്ട് വരുന്ന ഒരു ഭക്തനാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ഒരു സേവ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ അത് വേണം നോക്കാനായിട്ട്. നമുക്ക് അതില് അവിടെ ഒരു എന്താണ് മാന്യതയോ മടിയോ അല്ലെങ്കിൽ എന്താണ് ഞാൻ എന്ന ഭാവമോ ഒരിക്കലും വരാൻ പാടില്ല. അത്രയും എളിമയായിരിക്കണം നമ്മൾ. നമ്മൾ എന്താ വിചാരിക്കേണ്ടത്? ഐ ആം ദ സെർവന്റ് ഓഫ് 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 ദ സെർവന്റ് എന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട്, അല്ലേ? മാം ചെയ്യോ വ്യഭിചാരേണ ഭക്തിയോഗേന സേവതേ സഗുണാൻ സമരിത്യൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഏതു പരിതസ്ഥിതിയിലും പിഴയ്ക്കാതെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിലേക്ക് ഏർപ്പെടുന്നവർക്ക് വേഗത്തിൽ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മപദത്തില് എത്താൻ കഴിയും. കണ്ടോ? ഭഗവത് സേവനത്തില് ഏർപ്പെടണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് ഞാൻ എന്ന ഭാവം നമ്മൾ വിട്ടുപോകും, അല്ലെ? കാര്യം എന്താണ്? ഞാൻ എല്ലാവരുടെയും സേവകനാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നാ വേണം നമ്മൾ നോക്കാനായിട്ട്, അല്ലെ? ചില ബ്രഹ്മചാരികളൊക്കെ ആണെങ്കിൽ, നമ്മൾ അമ്പലത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ, അവര് ആരും കാണാതെയൊക്കെയാണ് ഓരോ സർവീസ് ചെയ്യുന്നത്. കാര്യം എന്താണ്? ഞാൻ ഏറ്റവും കുറഞ്ഞ സർവീസാണ് ചെയ്യുന്നത്, അതൊന്നും ആരും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള നിലയിലാണ്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഭക്തന്മാർ ഊരിടുന്ന ചെരുപ്പുകൾ, ഷൂസുകളൊക്കെ വൃത്തിയാക്കി വെക്കുക. വൃത്തികെട്ട ചെരുപ്പാണ് അവിടെ ഇട്ടിട്ട് പോയി, തിരിച്ചു വരുമ്പോൾ നല്ല പളവള തിളങ്ങിയിരിക്കും. നമുക്ക് തന്നെ ഇത് എന്റെ ചെരുപ്പല്ലേ, വേറെ ആരുടെയും ചെരുപ്പാണോ എന്ന് തോന്നുന്ന രീതിയിൽ പുള്ളി റെഡിയാക്കി വെക്കും. നമ്മൾ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമ്മളവിടെ ദീപാരാധന തൊഴുതുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പ്രഭുവിന്റെ പരിപാടി ഇതാണ്, അല്ലെ? ഈ അവിടെയുള്ള ബ്രഹ്മചാരികളുടെ ഒക്കെ ഈ ബട്ടൺസ് ഒക്കെ ഇളകി പോയി കഴിഞ്ഞാൽ അത് തച്ച് വെക്കുക, അല്ലെ? അവർ തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേന് ബട്ടൺസ് ഒക്കെ അവിടെ ഉണ്ടാവും. അവരുടെ തുണികളൊക്കെ അവരറിയാതെ അലക്കി വെക്കുക. ഇതൊക്കെയാണ്. അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതെല്ലാം ഞാൻ കണ്ടല്ലോ, ഞാൻ ഇതൊക്കെ തേച്ച് വയ്ക്കുന്ന കണ്ടല്ലോ എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല. ആരും കണ്ടില്ലെങ്കിലും നമ്മുടെ എന്താണ് ഗുരുവും നമ്മുടെ ഭഗവാനും കാണുന്നുണ്ട്. അതാണ് നമ്മൾ കാണേണ്ടത്, അല്ലെ? ആരും കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മുടെയൊക്കെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ പകുതി പ്രഹസനമാണ്. അതായത് എന്താണ്? അഭിനവ ഭക്തന്മാരാണ്, അഭിനയിക്കുകയാണ് ഭക്തന്മാരായിട്ട്. അത് പാരാ, അല്ലെ? അത് അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് ഉള്ളിൽ നിന്ന് വരണം. അത് എന്നാണോ അങ്ങനെ വരുന്നത് അന്ന് നമുക്ക് ഭക്തി കിട്ടുന്നർത്ഥം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അതിൽ ഭക്തി ഉണ്ടാവില്ല. ഭഗവാൻ അതിൽ മാർക്ക് ഇടത്തില്ല, 0, അല്ലെ? 9 മാർക്ക് ഇടും, പക്ഷെ അതിന്റെ വാലുണ്ടാവില്ല. വാലില്ലാത്ത 9 ആയിരിക്കും, അതായത് 0 എന്നർത്ഥം, അല്ലെ? അപ്പൊ അത് നമ്മൾ എപ്പോഴും മനസ്സിലുണ്ടാവുക. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ 3 ഗുണങ്ങളിൽ നിന്നുള്ള മോചനമാണ്. ഇതിൽ നിന്ന് നമുക്ക് മോചനം വേണമെങ്കിൽ നമുക്ക് ഇതിനേക്കാളും ഉയർന്ന എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ്, അല്ലെ, വരണം. ഇപ്പൊ കൊച്ചുകുട്ടികളൊക്കെ കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പഴയ ഒരു കളിക്കാട്ടം കൊടുത്തു കഴിഞ്ഞാൽ അവർ നീ വേണ്ട പറഞ്ഞ് ദൂരെ അറിയും, അല്ലെ? നേരെ മറിച്ച് ഒരു പുതിയത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാല് അവരതിൽ ആകർഷണം, അവരെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കും. ഒരു 3 മണിക്കൂറത്തേക്ക് അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കും.
അല്ലേ? അപ്പൊ അതുവരെ അച്ഛനും അമ്മയ്ക്കും സന്തോഷമായിട്ടിരിക്കാം. അല്ലേ? അപ്പൊ ആ അറ്റാച്ച്മെന്റ് വരും. അപ്പൊ ഒരു പുതിയ ഹയർ ടേസ്റ്റിലേക്കുള്ള ഒരു അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാലേ നമുക്ക് താഴെയുള്ള ടേസ്റ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഭൗതികമായിട്ടുള്ള എന്തും താഴെയുള്ള ടേസ്റ്റാണ്, രുചിയാണ്. അതെന്താണ്? കൃഷ്ണാബോധം. അപ്പോ ആ ഹയർ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കൃഷ്ണാബോധത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതുകൊണ്ട് 14-ാം അധ്യായത്തിന്റെ അവസാനം ഭഗവാൻ വീണ്ടും പറഞ്ഞു എന്താണ്? നിങ്ങൾ വളരെ സത്യസന്ധതയോടെ, താല്പര്യത്തോടെ, ഭക്തിയോടെ സേവനം ചെയ്യണം. അതുകൊണ്ടാണ് അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ്? അവ്യഭിചാരേണ. അല്ലെ? വ്യഭിചാരി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ വ്യഭിചാരേണ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എന്താണ്? വിശ്വാസമില്ലാതെ, അല്ലെങ്കിൽ അവിശ്വസ്ത, അല്ലെങ്കിൽ എന്താണ് പറയാ, ഒരു വ്യഭിചാരി എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഫെയ്ത്ത്ഫുൾ. അല്ല, നമുക്ക് എന്താണ്? വിശ്വസിക്കാൻ പറ്റാത്തത്, അല്ലേ? അതാണ് അവിശ്വസ്തൻ. ഉം. അവ്യഭിചാരിണ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തൊരു വന്നു കഴിഞ്ഞാൽ വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ, അല്ലേ? അങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ മുക്തി നേടാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അതിനകത്ത് ഒരു വിശ്വാസം വേണം, അല്ലെ? നമ്മുടെ അറ്റ്ലസ് രാമചന്ദ്രൻ പറഞ്ഞ പോലെ വിശ്വാസമല്ലേ എല്ലാം, അല്ലെ എന്ന് പറഞ്ഞില്ലേ? എന്ന് പറഞ്ഞതുപോലെ ഭഗവാനെ നമ്മൾ എന്തുമാത്രം വിശ്വസിക്കുന്നു അത്രമാത്രം നമുക്ക് എന്താണ് ആന്തരികമായിട്ടുള്ള ശുദ്ധീകരണം നടക്കുന്നുണ്ട്. ഇനി 15-ാം അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഭൗതിക പ്രകൃതിയുടെ സ്വഭാവം വിശദീകരിക്കുന്നു. ഈ അധ്യായത്തിൽ ആൽമരത്തിനോട് ഉപമിക്കുന്നു. അതിന്റെ വേരുകൾ വളരെയധികം ദൂരത്തേക്ക് ഒരുപാട് ആഴത്തിൽ വളർന്നു കിടക്കും, അല്ലെ? ആൽമരത്തിനെ കുറിച്ച് ഒരു നാം പറയേണ്ട ആവശ്യമില്ല. ഭയങ്കര എന്താണ് ബലമുള്ള ഒരു 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 മരമാണ് ആൽമരം. അതിന്റെ വേരുകളൊക്കെ നമ്മൾ അറിയാത്തിടത്തോളം ദൂരം ഇങ്ങനെ ഭൂമിയുടെ അടി കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് അത് കടപുഴകി വീഴാത്തത്. മനസ്സിലായത്? ആഴത്തിൽ വളർന്നു കിടക്കും. അതുകൊണ്ട് തന്നെ ഏത് ഗ്രാമത്തിലുള്ള ജീവാത്മാവായാലും ഈ ആൽമരത്തിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഏത് ഗ്രഹത്തിലുള്ള ജീവാത്മാവായാലും ഈ ആൽമരത്തിനെ മനസ്സിലാക്കാൻ കഴിയാതെ, അല്ലെ, ഇല്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഭഗവാൻ ഉപദേശിക്കുന്നു എന്താണ്? അസംഗശസ്ത്രേണ ദൃഢേന ഹിത്വാ. അല്ലെ? അതാണ് എന്താണ്? എന്തുകൊണ്ടാണ് അസംഗശസ്ത്രേണ ദൃഢേന ഹിത്വ എന്ന് പറഞ്ഞത്? അശ്വത്ഥം ഏന സുവിരൂഢമൂലം. അല്ലെ? കാരണം ഈ ആൽമരത്തിന്റെ വേരുകൾ വളരെ ദൃഢവും മുറിക്കാൻ വളരെ പ്രയാസമുള്ളതുമാണ്. അതുകൊണ്ടാണ് അത് അത്രയും ദൃഢമായിരിക്കുന്നത്. പക്ഷേ ഭഗവാൻ പറയുന്നു ഈ വേരുകൾ എന്താണ് മുറിക്കാൻ സാധിക്കും. എങ്ങനെ? ബൈ ദ വെപ്പൺസ് ഓഫ് ഡിറ്റാച്ച്മെന്റ്സ്. എന്ന് വെച്ചാല് എന്താണ്? താല്പര്യം ഇല്ലായ്മ, അല്ലെങ്കിൽ എന്താണ്? ഭൗതികതയോടെയുള്ള താല്പര്യക്കുറവ്, നിസ്സംഗത്വം, അല്ലെ? എന്താണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു വജ്രം വെച്ചിരുന്നാലും അതൊരു കല്ലാണ്, കല്ലിനോടൊപ്പം, അല്ലെ? കല്ലിനോടൊപ്പം അല്ലെങ്കിൽ സ്വർണം വെച്ചിരുന്നാലും അതിൽ നമുക്ക് വലിയ ആകർഷണമില്ലാതെ വരുന്നത് എന്നാണോ അന്നാണ് എന്താണ് നിസ്സംഗത എന്ന് പറയുന്നത്. അതാണ് നിസ്സംഗത്വം എന്ന് പറയുന്നത്, അല്ലെ? ഇപ്പോ എന്താണ് പല മഹാരാജാക്കന്മാരും അവർ ഋഷി എന്താണ് ഋഷികളായിരുന്നു, അല്ലെ? അതാണ് എന്താണ് രാജശ്രീ എന്നൊക്കെ പറയുന്നത്. രാജശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാവാണ്, പക്ഷെ അദ്ദേഹം അതേസമയം ഋഷിയുമാണ്. അവരൊക്കെ മക്കളെ അല്ലെങ്കിൽ മകനെ എന്താണ് ഈ രാജ്യഭാരം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരവിടെ തന്നെ നിൽക്കത്തില്ല. അവരടുത്ത പരിപാടിയിലേക്ക് പോകും, വനവാസത്തിലേക്ക് പോകും, വാനപ്രസ്ഥം, അല്ലെ? അല്ലെ? വാനപ്രസ്ഥത്തിലേക്ക്, ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്താണ്? വാനപ്രസ്ഥമാണ്. അന്ന് തന്നെ ഈ കൊട്ടാരവും സുഖസൗകര്യങ്ങളും ഈ രാജ്യവും സ്വർണങ്ങളും എന്താണ് ബാക്കിയുള്ള എല്ലാ സുഖം ഒഴിവാക്കി അവർ നേരെ കാട്ടിലേക്ക് പോവാണ്. ഇതൊന്നും എന്റേതല്ല എന്നുള്ള നിലയിൽ, അല്ലെ? 5-ാമത്തെ നമ്മൾ ഇതിന് മുമ്പേ ഉള്ള ശ്ലോകം, അല്ലെ? നമ്മളിപ്പോ 6-ാമത്തെ ശ്ലോകമാണ് നദ്പാസയതേ സൂര്യോ എന്ന് പറയാം. ഈ 5-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഗച്ഛന്ത്യമൂഢ പരമവ്യയം തത്. അല്ലെ? പരമപുരുഷന് സ്വയം സമർപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയുന്നവൻ പരമമായ ശാശ്വത സാമ്രാജ്യം പ്രാപിക്കും. അല്ലെ? ഇവിടെ ഓരോരുത്തരും ചോദിക്കുന്ന ഭഗവാനെ നമ്മൾ എങ്ങനെ സേവിക്കും എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? എന്തെല്ലാം പരിപാടികളുണ്ട് ഭഗവാനെ സേവിക്കാനായിട്ട്, എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. പരമമായ എന്റെ ആവാസ സ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരും അഗ്നിയോ വൈദ്യുതിയോ വെളിച്ചം വീശുന്നില്ല. അവിടെ ചെന്നെത്തിയവർ ഒരിക്കലും ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. ഈ ആത്മീയ ലോകത്തിനെ കുറിച്ച് പല പ്രാവശ്യം ഭഗവാൻ ഭഗവത്ഗീതയിൽ പരാമർശിക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഭഗവത്ഗീതയിൽ പറയുന്നു.
എന്താണ്, പക്ഷെ കൂടുതൽ വിവരങ്ങളും എവിടെയാണ്? മറ്റു വേദങ്ങളിലാണ്. അല്ല, ബ്രഹ്മസംഹിത പോലെയുള്ള വേദങ്ങളിലാണ് ഇതൊക്കെ പറയുന്നത്, അല്ലെ? ബ്രഹ്മസംഹിതയിലും അത് പറയുന്നുണ്ട്. അല്ലാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. 8-ാം അധ്യായത്തില് ഈ ഭൗതിക ലോകം, ഈ എന്താണ്, ഒരു ജീവാത്മാവ് എങ്ങനെ വിടണമെന്നും ഏതൊരു ഏതൊരു അവബോധത്തിലെങ്കിലും ശരീരം ത്യജിക്കണമെന്നും പറയുന്നുണ്ട്, അല്ലെ? ഈ ഭൗതിക ലോകം മുഴുവൻ ദുഃഖം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കഷ്ടപ്പാടുകൾ, അല്ലെ? 8-ാമത്തെ അധ്യായം എന്താ പറയുന്നത്? ഏത് അവബോധത്തോടു കൂടി വേണം നമ്മള് ശരീരം വെടിയാനെന്നാണ്. അന്ധകാലേശ മാമേകം ശരണം വൃജ, എന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുക എന്ന് ഭഗവാൻ അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും, അതിന് നമ്മൾ ഇപ്പോഴേ എന്തിനാ കഷ്ടപ്പെടുന്നത്? അന്ന് പറഞ്ഞാൽ പോരെ, ആ മരണസമയത്ത് അങ്ങ് ആലോചിച്ചാൽ പോരെ? നടക്കത്തില്ല, അല്ലേ? ആ സമയത്ത് വേറെ എന്തെല്ലോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലേക്ക് വരുമെന്നറിയാം. അത് നമ്മൾ പരിശീലിച്ചില്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. നമ്മൾ ഭഗവാനെ നമുക്ക് ഒരിക്കലും മടയനാക്കാൻ പറ്റില്ല. നമ്മൾ സ്വയം മടയനാകത്തേ ഉള്ളൂ. നമുക്ക് ഈ ലോകത്തും മറ്റേ ആരെ വേണമെങ്കിലും പറ്റിക്കാം, പക്ഷെ ഭഗവാനെ ഒരിക്കലും പറ്റിക്കാൻ പറ്റില്ല. ഭഗവാൻ എന്താണ് നമ്മുടെ മനസ്സിൽ വിചാരിച്ചിരിക്കണമെന്ന് ഭാവഗ്രാഹി ജനാർദ്ദനായ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഈ പ്രകൃതിക്ക് പോലും അറിയാൻ പറ്റും, അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അന്ന് അബദ്ധം വരാതിരിക്കാനായിട്ട് ഇപ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് പറഞ്ഞാലും, എന്ത് വിഷമം പറഞ്ഞാലും കൃഷ്ണ എന്ന് വിളിക്കാൻ പഠിക്കണം. അത് പെട്ടെന്നൊന്നും വരത്തില്ല. എന്താ പെട്ടെന്ന് വരുന്നതാണ് നമുക്ക് തന്നെ അറിയാം, അല്ലേ? എന്തെങ്കിലും ഒരു കല്ല് തട്ടിയൊന്ന് വീണ് നോക്കാം, അപ്പൊ അറിയാം എന്താണ് ഞാൻ വിളിക്കുന്നത്. അതല്ല, അതൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മുക്തി കിട്ടത്തില്ല. വേറെ എന്തെങ്കിലും ആയിരിക്കും കിട്ടും, വേറെ താഴോട്ടുള്ള ഗ്രഹങ്ങളായിരിക്കും കിട്ടും. നമുക്ക് മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വിളിക്കണം? കൃഷ്ണ എന്ന് തന്നെ വിളിക്കണം. അത് ഓട്ടോമാറ്റിക്കായിട്ട് വരണം, അല്ലേ? നമുക്ക് എല്ലാവർക്കും അത് പരിശീലിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് ഒരു ഒരു സൈക്കിൾ വന്ന് ഇടിച്ചു, അല്ലെ? നമ്മൾ നടന്നു പോകും, അല്ലെങ്കിൽ ഒരു കല്ല് തട്ടിയിട്ട് കാല് ചറുക്കി വീണു, അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം എന്തായിരിക്കും വിളിക്കുക? അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം. അത് എന്താണ് വരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും നമ്മളൊരു ഭക്തനാണോ അല്ലയോ. അങ്ങനെ ഒരു അവസരത്തില് കൃഷ്ണ എന്നാണ് നമ്മൾ ഉള്ളുരുകി വിളിച്ചു പോകുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടോ എന്ന് അർത്ഥം. അതാണ് ദാറ്റ് ഇസ് എ പ്രൂഫ്, അല്ലെ? അതാണ് അതിന്റെ തെളിവ്. നമ്മുടെ ഉള്ളില് ഭഗവാൻ ഉണ്ട്, ഭക്തി ഉണ്ടെന്ന്. നേരെ മറിച്ച് മറ്റെന്തെങ്കിലുമാണ് നമ്മൾ പറയുന്നതെങ്കിൽ, നമ്മൾ ശീലിച്ചത് അതാണ്. ഇത്രയും കാലം നമ്മൾ ശീലിച്ചത് മറ്റു പലരും എന്തൊക്കെയോ പറഞ്ഞിട്ടാണ്. അതെന്താണ് ഞാനിപ്പോ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും മനസ്സിലായി. അല്ലേ? അത് നമ്മൾ മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ വി റിക്വയർ പ്രാക്ടീസ്, വി നീഡ് പ്രാക്ടീസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ പറ്റത്തുള്ളൂ, അല്ലേ? നമ്മുടെ ഭാഗത്തുനിന്ന് ആ എൻഡവർ ഉണ്ടാവും. ആ എൻഡവർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് സാധ്യമാവുകയുള്ളൂ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാര്യമേ അല്ലേ, അല്ലേ? 8-ാമത്തെ ശ്ലോകത്തിൽ, അല്ല, 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തി ഓ അർജുന, അല്ലെ? മാമുപേത്യത്തു കൗന്ദേയ പുനർജന്മന വിദ്യത. ഭൗതിക ലോകത്തിൽ സർവോത്മന സർവോന്നതനായ ഗ്രഹം ബ്രഹ്മലോകം മുതൽക്ക് ഏറ്റവും അധമമായുള്ളവരെ, അല്ലെ, ഓരോന്നും ജനന മരണങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ദുരിതപൂർണമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം. കുന്തിപുത്ര കൗന്ദേയ, എന്റെ പരമപദത്തിൽ എത്തിയവനാകട്ടെ പിന്നീട് ജന്മം എടുക്കേണ്ടി വരില്ല. അതായത് ഏറ്റവും താഴെയുള്ള ഗ്രഹങ്ങൾ മുതല് നമ്മുടെ ഏറ്റവും മുകളിലുള്ള ഗ്രഹം എന്ന് പറയുന്നത് ബ്രഹ്മലോകമാണ്. ഈ ബ്രഹ്മലോകം വരെയും ശരിക്കും ഭൗതിക ലോകങ്ങളാണ്. ഇതിൽ എവിടെ നമ്മൾ പോയി കഴിഞ്ഞാലും, ഇപ്പൊ നമ്മൾ ബ്രഹ്മാവിനെ പൂജിക്കണമെങ്കിൽ നമുക്ക് ബ്രഹ്മലോകത്ത് പോവാം, ശിവനെ പൂജിക്കണമെങ്കിൽ നമുക്ക് ശിവലോകത്ത് പോവാം, അല്ലെ? നമ്മള് പിതൃക്കളെയാണ് പൂജിക്കുന്നതെങ്കിൽ നമുക്ക് പിതൃലോകത്ത് പോവാം. ദേവിയാണ് സ്തുതിക്കുന്നതെങ്കിൽ, നമ്മൾ പൂജിക്കുന്നതെങ്കിൽ നമുക്ക് ദേവി ലോകത്ത് പോവാം, അല്ലെ? അല്ലാതെ നമ്മൾ അസുരന്മാരെയാണ് പൂജിക്കുന്നതെങ്കിൽ നമുക്ക് അസുര ലോകത്ത് പോവാം. രാക്ഷസന്മാരെയാണ് പൂജിക്കുന്നതെങ്കിൽ നമുക്ക് രാക്ഷസ ലോകത്ത് പോവാം. നമ്മൾ നാഗങ്ങളെയാണ് പൂജിക്കുന്നതെങ്കിൽ നമുക്ക് നാഗലോകത്ത് പോവാം, അല്ലെ? ഇതൊക്കെ താഴെയുള്ള ലോകങ്ങളാണ്, അല്ലെ? അതായത് ബ്രഹ്മലോകം വരെ ഏത് ലോകത്ത് പോയാലും നമ്മൾ ഒരുപാട് പുണ്യം ചെയ്യുമ്പോഴാണ് ഇവിടേക്ക് പോകാൻ പറ്റുന്നത്. എളുപ്പമല്ല, അല്ലേ? സാധാരണ നമ്മൾ താഴോട്ട് പോവാം, അല്ലെ? എന്തെങ്കിലുമൊക്കെ പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യമെങ്കിലും ഹരകൃഷ്ണ മഹാമന്ത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എളുപ്പം മുകളിലോട്ട് കിട്ടും, അല്ലെ? ഒരു സ്റ്റെപ്പ് മുകളിലോട്ട് കിട്ടും. അങ്ങനെ പ്രൊമോഷൻ കിട്ടി 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 നമ്മൾ എന്തുമാത്രം ഭഗവാനെ വിളിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് മുകളിലോട്ടുള്ള ആ ഒരു ഇത് കിട്ടുക. കിട്ടിക്കഴിഞ്ഞാല് ഇവിടെ എവിടെയെങ്കിലുമൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചു വരണം. നേരെ മറിച്ച് എന്റെ പരമപദത്തിൽ എത്തിയവനാകട്ടെ പിന്നീട് ജന്മം എടുക്കേണ്ടി വരില്ല.
അതായത് ഒന്നുകിൽ വൈകുണ്ഠ ലോകം അല്ലെങ്കിൽ ഗോലോക വൃന്ദാവൻ. ഈ രണ്ടിടത്ത് പോയാൽ മാത്രമേ വൺ വേ ടിക്കറ്റ് ഉള്ളൂ. വേറെ എവിടെ പോയി കഴിഞ്ഞാലും തിരിച്ചുള്ള റിട്ടേൺ ഫ്ലൈറ്റ് നോക്കിയേ പറ്റത്തുള്ളൂ. അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതുകൊണ്ട് ഒരുവൻ ആ പരംധാമത്തില് എത്തണം. അതിനു വേണ്ടി വേണം നമ്മൾ ശ്രമിക്കാനായിട്ട്. അപ്പൊ അതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലെ? അപ്പോ ഭഗവാൻ വീണ്ടും പറയുന്നുണ്ട്, 8-ാമത്തെ അധ്യായത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മാം ഉപേറ്റ പുനർജന്മ, അല്ലെ, ദുഃഖാലയം അശാശ്വതം. കണ്ട, ഇവിടെയാണ് ദുഃഖാലയം അശാശ്വതം എന്ന് പറയുന്നത്. നാപ്നുവന്തി മഹാത്മന സംസിദ്ധിം പരമാം ഗതിം. എന്റെ ധാമം എങ്ങനെ 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 പ്രാപിക്കാം എന്നാണ് ഭഗവാൻ ഇങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലെ? ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മൂഢന്മാരായ നമുക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ, നീ ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിനക്ക് എന്റെ അടുത്തേക്ക് വരാൻ പറ്റും. പിന്നെ നിന്റെ ഈ കഷ്ടപ്പാടുകൾ, ദുഃഖാലയം അശാശ്വതത്തിൽ ഇവിടെ കിടന്ന് വരവേണ്ട ആവശ്യമില്ല, കിടന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ ഇങ്ങനെ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളാണെങ്കിൽ വരമാട്ടെ പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലേ? അത് നമ്മുടെ സ്വഭാവമായി. എന്തിന് നെഗറ്റിവിറ്റി പറയാ? പരിപൂർണത നേടിയവരാകയാൽ പിന്നീട് ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. അല്ലെ? ദുഃഖാലയം അശാശ്വതമാണ്, ശാശ്വതമല്ല, അസ്ഥിരമല്ല. അല്ലെ? അസ്ഥിരമാണ്, ശാശ്വതമല്ല എന്നർത്ഥം. അല്ലെ? ഈ ലോകത്തിലേക്ക് തിരിച്ചു വരുന്നില്ല, ഈ ഭൗതിക ലോകത്തിലേക്ക് തിരിച്ചു വരില്ല. എങ്ങനെ? സംസിദ്ധിയും പരമാം ഗതിയും. അല്ലെ? എന്റെ പരമമായ ധാമത്തിൽ എത്തിക്കഴിഞ്ഞാല് വീണ്ടും അവർക്ക് തിരിച്ചു പോകാൻ വരില്ല. പിന്നെ എന്താ പറയുന്നത് ഭഗവാൻ? പരസ്തസ്മാസ്തു ഭാവോ അന്യോ വ്യക്തോ വ്യക്താത് സനാതനം. അല്ലെ? യാസ സർവേഷു ഭൂതേഷു നശ്യത്സു ന വിനിശ്യതി. വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് അതീതമായി സനാതനമായ മറ്റൊരു വ്യക്തഭാവമുണ്ട്. സമുത്കൃഷ്ടമായ അതിന് ഒരിക്കലും നാശമില്ല. സർഗാവസാനത്തിലും അത് അതേപോലെ നിൽക്കുന്നു. ഈ ഭൂമി മുഴുവൻ നശിച്ചാലും അത് അവിടെ തന്നെ ഉണ്ടാവും. അവിടെ ഒരു നാശം സംഭവിക്കുന്നില്ല എന്നാണ് ഭഗവാൻ ഇവിടെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഗ്യാരണ്ടി തരുന്നത്. അല്ലെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നശിക്കാത്ത ഒരു സ്ഥലത്തേക്ക് അല്ലേ പോകേണ്ടത്? അല്ലെ? നമ്മൾ അത് വേണം ചിന്തിക്കാൻ. ഇവിടെ ആചാര്യന്മാർ പറയുന്നത് വ്യക്തവും അവ്യക്തവും, അല്ലെ? വ്യക്തവും അവ്യക്തവുമായ ഭൗതിക പ്രകൃതിക്ക് എന്ന് പറയുന്നുണ്ട്. അല്ലെ? ഇതെന്താണ് നമുക്ക് നോക്കാം. അവ്യക്തവും ആയ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത് ബ്രഹ്മദേവന്റെ ഒരു രാത്രിയാണ്. അല്ലെ? ഒരു രാത്രിയും ഒരു പകലുമാണ്. അതാണ് വ്യക്തവും അവ്യക്തവും. ബ്രഹ്മാവിന്റെ പകൽ സമയത്താണ് ഈ ബ്രഹ്മാണ്ടത്തിൽ ജീവജാലങ്ങൾ ഉണ്ടാകുന്നത്. ബ്രഹ്മാവ് ഉറങ്ങുമ്പോൾ മറ്റെല്ലാം തന്നെ, അല്ലെ, ബ്രഹ്മാവ് എണീറ്റിരിക്കുമ്പോ ഈ ജീവജാലം ഇവിടെ ലൈഫ് ഉണ്ട് എന്നർത്ഥം. അദ്ദേഹം ഉറങ്ങുമ്പോഴോ ഇവിടെ ലൈഫ് എല്ലാം തീർന്നു എന്നർത്ഥം. പിന്നെ ലൈഫ് ഉണ്ടാവില്ല. അങ്ങനെ ചില സമയങ്ങളിൽ ജീവൻ ഉണ്ടാകുന്നു, ചിലപ്പോൾ ജീവൻ ഉണ്ടാകുന്നു, ചിലപ്പോൾ ജീവൻ ഉണ്ടാകുന്നില്ല. പക്ഷേ ഈ ഉൽപ്പത്തികൾക്ക് അപ്പുറം പല ക്രിയേഷൻസും ഇവിടെ നടക്കുന്നുണ്ട്. അത് നമ്മുടെ കണ്ണുകൾക്ക് അഗോചരമല്ല, അതായത് കാണാൻ കഴിയില്ല. അത് ശാശ്വതമാണ്. ശാശ്വതമായിട്ടുള്ള കാര്യങ്ങള് പലതും ഇവിടെ നടക്കുന്നുണ്ട്. അല്ലെ? അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെ? അപ്പോ പറയില്ലേ, നമ്മൾ കാണുന്നതൊന്നും അല്ല വാസ്തവം, മറ്റു പല കാര്യങ്ങളുമാണ് വാസ്തവം. ഇതാണ് പറയുന്നത്. അതുകൊണ്ട് ഭൗതിക ലോകം സത്യമല്ല, ആത്മീയ ലോകം സത്യമാണ്. ഭക്തിയോടെയുള്ള പ്രേമാഞ്ജനത്തിന്റെ കണ്ണുകൾ ഉള്ളവർക്ക് മാത്രമേ അത് കാണാൻ സാധിക്കൂ. അല്ലെ? ആ ഭക്തിയോടുകൂടിയുള്ള പ്രേമാഞ്ജനം എഴുതിയ കണ്ണുകൾക്ക് മാത്രമേ, അല്ലെ, ആ കൺമഷി എഴുതിയ കണ്ണുകളോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സത്യങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെ? പറയുന്ന ഈ ആത്മീയ ലോകമാണ് നാം എത്താൻ ശ്രമിക്കേണ്ടത്. ഇന്നത്തെ ശ്ലോകത്തിന്റെ ഇന്നിപ്പോ 6-ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുത്തത്. അല്ലെ? ഇന്നത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തില് 3-ാം പാരഗ്രാഫില് പ്രഭുപാദ് പറയുന്നുണ്ട്, ഈ അറിവ് കൊണ്ട് നാം പ്രചോദിതരാവണം. പക്ഷെ നാം ആത്മീയ ലോകങ്ങളോട് പ്രചോദിതരാകരുത്. ആകുന്നതിന് പകരം ഈ ഭൗതിക ലോകത്തോടാണ് ഇത് ചെയ്യുന്നത്, പ്രചോദിതരാകുന്നത്. നമുക്കിഷ്ടം എവിടെയാണ്? ഈ ഭൗതിക ലോകത്തോടാണ്. ആത്മീയ ലോകത്തോട് താല്പര്യമില്ല. അത് തിരിഞ്ഞു വരണം. അതുകൊണ്ട് തന്നെ നാം ജനന മരണ ചക്രത്തിൽ കിടന്ന് ഉഴലുകയാണ്. എന്തുകൊണ്ട്? നമുക്ക് ഭൗതിക ലോകത്താടാണ് ആ ഒരു പ്രതിപത്തി. അല്ലെ? ഇവിടെ കിടക്കാനാണ്, ഇവിടെ കിടന്ന് സുഖിക്കാനാണ്, ആനന്ദിക്കാനാണ് നമുക്ക് താല്പര്യം. അത് എന്നാണോ മാറുന്നത്, അന്നാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്.
ആത്മീയ ലോകത്തിൽ എല്ലാം തന്നെ ആത്മീയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ജീവജാലങ്ങളും അവിടെ സ്വയം പ്രകാശിതമാണ്. അതുകൊണ്ടാണ് അവിടെ സൂര്യനോ ചന്ദ്രനോ അല്ലെ കറണ്ടോ ഇലക്ട്രിസിറ്റി പറയുന്നത് അഗ്നിയോ ആവശ്യമില്ല. ഈ ബ്രഹ്മാണ്ടത്തിനകത്ത് ഇരുട്ടാണ്. ഈ ഇരുട്ട് മാറ്റാനായി നമുക്ക് സൂര്യൻ ആവശ്യമാണ്. അതുകൊണ്ട് ഭഗവാൻ സൂര്യനെ നിർമ്മിച്ചു നമ്മൾ ഈ ഭൂലോകത്തിലേക്ക്. അത് അത് അതിന്റെ രശ്മികൾ നമുക്ക് വെളിച്ചം കൂട്ടും അല്ലെ. അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ പ്രകാശം കിട്ടുന്നത്, വെളിച്ചം കിട്ടുന്നതെന്ന് അറിയാം. ഇവിടെ ഭാവാർത്ഥത്തില് പ്രഭുപാദര് കഠോപനിഷത്തിൽ നിന്ന് പറയുന്നു, ന തത്ര സൂര്യോദാനി ന ചന്ദ്രതാരയം അല്ലെ. അതിൽ പറയുന്നുണ്ട്, ചില പ്രഭുപാദ് പറയുന്നുണ്ട്. എന്താണ് ശ്രീ വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ഇതിനെക്കുറിച്ച് പറയുന്നു. എന്താണ് പറയുന്നത്? ആത്മീയ ലോകത്തിൽ ഭഗവാന്റെ ശരീരത്തിൽ നിന്നും വരുന്ന പ്രഭയാണ് അവിടെ വെളിച്ചം നൽകുന്നത്. അതാണ് എല്ലാ വെളിച്ചത്തിന്റെയും ഉത്ഭവം. നമ്മുടെ ഭൗതിക ലോകത്ത് കിട്ടുന്ന വെളിച്ചവും ഭഗവാന്റെ പ്രഭയുടെ റിഫ്ലക്ഷൻസ് ആണ് അല്ലെ. ആ പ്രഭയാണ് ബ്രഹ്മജ്യോതി. ആ ബ്രഹ്മജ്യോതിയിൽ എല്ലാം ആത്മീയ ലോകവും നിലനിൽക്കുന്നു. ആ ബ്രഹ്മജ്യോതിയിലാണ് എല്ലാ ആത്മീയ ലോകങ്ങളും ഉള്ളത് അല്ലെ. അപ്പൊ ഭഗവാന്റെ ധാമത്തിൽ നിന്ന് വരുന്ന ആ പ്രകാശമാണ് നമുക്കിവിടെ എന്താണ് പ്രകാശമായിട്ട് കിട്ടുന്നത് എന്നർത്ഥം. അതായത് ഈ ഭൗതിക ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല, അവിടെ നിന്നൊക്കെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ, അതുകൊണ്ടാണ് നമ്മൾ എന്താണ് ആശ്വാസം കണ്ടെത്തുന്നതാണ് അർത്ഥം. ഇവിടെ നമുക്കൊന്നും തന്നെ ഇല്ല. ഭഗവാൻ അവിടുന്ന് തരുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചു പോകുന്നത്. ഇപ്പോ പണ്ടത്തെ ഒരു കഥ പറഞ്ഞാല്, വൃന്ദാവനത്തില് ഭഗവാൻ ഓരോ ഗോപികമാരുടെ വീടുകളിൽ കയറി വെണ്ണ മോഷ്ടിക്കുമ്പോൾ എന്താണ് ഗോപികമാർ പോയി പരാതി പറയും. ഈ വെണ്ണ വച്ചിരിക്കുന്ന മുറികൾ ഭയങ്കര ഇരുട്ടാണ്, പിന്നെ എങ്ങനെയാണ് ഈ കൃഷ്ണൻ അതൊക്കെ കണ്ടുപിടിക്കുന്നത് അല്ലെ. കൃത്യമായിട്ട് അത് കണ്ടുപിടിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ കുടങ്ങളൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അവിടെയൊക്കെ ഭയങ്കര ഇരുട്ട്, നമ്മൾ പാത്രത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഗോപികമാർ പറയാണ്, ഈ ഭഗവാൻ ഇതൊക്കെ എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അല്ലെ, ഈ കള്ളക്കണ്ണന് ഇതൊക്കെ എങ്ങനെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റുന്നത്, അതോ ഈ ഇരുട്ട് മുറിയിൽ എങ്ങനെയാണ് കൃഷ്ണൻ അതൊക്കെ കൃത്യമായി കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഗോപികമാർ പറയും, അത് ചിലപ്പോൾ ഭഗവാൻ ധരിച്ചിരിക്കുന്ന രത്നാഭരണങ്ങളില്ലേ, അതിൽ നിന്ന് വരുന്ന ശോഭയായിരിക്കും, അതിൽ നിന്ന് വരുന്ന പ്രകാശമായിരിക്കും എന്ന് അവർ തമ്മിൽ ഇങ്ങനെ പറയും അല്ലെ. ഇത് കേട്ടിട്ട് അപ്പൊ ഈ യശോദമ്മയോട് പോയി പരാതി പറയാണ്, നിങ്ങളുടെ മകനക്കാരന് പൊറുതി മുട്ടി നമ്മള് എന്താണ് ഒന്നും വെക്കാൻ നിവൃത്തിയില്ലല്ലോ, എന്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഇരുട്ട് എത്ര ഇരുട്ടാണെങ്കിലും അതിനകത്ത് കയറി നമ്മൾ വെച്ചിരിക്കുന്ന എല്ലാം എടുത്തിട്ട് പോവാണ്, എന്ത് ചെയ്യാനാണ് എന്ന് പറയും. അപ്പൊ യശോദമ്മ പറയും, അയ്യോ എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, ആ ആഭരണങ്ങളൊക്കെ ഊരി മാറ്റും അല്ലെ. ഈ ഈ എന്താണ് ഈ രത്നക്കല്ല് പതിച്ച ആഭരണങ്ങളൊക്കെ ഭഗവാൻ എന്റെ കണ്ണൻ ഇട്ടത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ ഞാൻ അതൊക്കെ ഊരി മാറ്റിയേക്കാം അല്ലെ എന്ന് യശോദാമായി പറയും. അപ്പോ ഗോപികമാർ എന്താ പറയുന്നത് അറിയോ? വേണ്ട വേണ്ട, അതൊന്നും ചെയ്യണ്ട, അത് വേണ്ട, അത് ചിലപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന വെളിച്ചം കൊണ്ടായിരിക്കും അല്ലെ. അതുകൊണ്ടായിരിക്കും അവന് അത് കാണാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഗോപികമാരെ കുറിച്ച് മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഗോപികമാരൊക്കെ പോയി പരാതി പറയുമെങ്കിലും അവരുടെ ഉള്ളിന്റെ ഉള്ളില് അവരുടെ താല്പര്യം എന്താണ്? ഈ കണ്ണൻ ഇന്ന് എന്റെ വീട്ടിൽ കയറി ഇതൊക്കെ മോട്ടിച്ചെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലെ. പരാതിയൊക്കെ പോയി പറയും, അത് ബാഹ്യമായിട്ടുള്ള പരാതിയാണ്. പക്ഷെ അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അല്ലെ, എത്രയോ ഗോപികമാരുടെ വീടുകളുണ്ട് അവിടെ, ഇന്ന് എന്റെ വീട്ടിൽ കയറി കണ്ണൻ ഒന്ന് മോട്ടിക്കാൻ വന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ് അവർ മനസ്സിൽ വിചാരിക്കുന്നത്. എന്നിട്ട് പോയി പരാതി പറയും, അത് വേറെ. പക്ഷെ ഒരു ദിവസം പോലും അവർക്ക് കണ്ണനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് അവരുടെ ഭാവം. മനസ്സിലല്ലേ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്, അതൊന്നും ഊരി ഊരി മാറ്റിയൊന്നും വേണ്ട, അതൊക്കെ കിടക്കട്ടെ, അത് കുഞ്ഞിന്റെ എന്താണ് പുറത്ത് കിടന്നാലേ കാണാൻ ഒരു സുഖമുള്ളൂ, രസമുള്ളൂ. അതുകൊണ്ട് അതൊന്നും ഊരി മാറ്റണ്ട. ചിലപ്പോ അവന്റെ ഈ ശരീരത്തിൽ നിന്ന് വരുന്ന പ്രകാശം കൊണ്ടായിരിക്കും ചിലപ്പോ ഇതൊക്കെ കാണാൻ പറ്റുന്നതെന്നാണ് ഗോപികമാര് യശോദമായോട് പറയും. ശീല പ്രഭുപാദര് ആത്മീയ ലോകത്തിന്റെ ശാശ്വതം മനസ്സിലാക്കി തരാനായിട്ട് ഒരു കഥ പറയുന്നുണ്ട്. ഒരു ദീനബന്ധുവിന്റെ കഥ. ആ കഥയും കൂടെ നമുക്ക് പറയാം. എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണല്ലോ അല്ലെ? അപ്പോ പണ്ടൊക്കെ എന്താണ് ഗുരുകുല വിദ്യാഭ്യാസം അല്ലെ. ആ ഗുരുകുലത്തില് ഒരു ബ്രാഹ്മണ കുട്ടി ഉണ്ടായിരുന്നു. അവന് ഒരു വളരെ നിർധനരായിട്ടുള്ള ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണ് അവൻ വന്നത്. അവന്റെ അച്ഛൻ മരിച്ചുപോയി, അവൻ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോ അമ്മ എന്തെങ്കിലുമൊക്കെ കൂലി ജോലി ഒക്കെ ചെയ്തിട്ടാണ് അവൻ മറ്റുള്ള വീടുകളിലൊക്കെ ജോലിക്ക് പോയിട്ടാണ് അവൻ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കുന്നതെന്നർത്ഥം. അപ്പൊ അങ്ങനെ അവന് ഇവിടെ എന്താണ് ഗുരുകുലത്തിൽ കൊണ്ടാക്കി. അപ്പൊ ഗുരുകുലത്തിലൊക്കെ പഠിച്ചു. പഠിത്തമൊക്കെ കഴിഞ്ഞ് ഗുരുകുല വിദ്യാഭ്യാസത്തിന്റെ അവസാനം
ഗുരുവിന് ഗുരുദക്ഷിണ കൊടുക്കണം. അപ്പൊ ഗുരുദക്ഷിണ, അപ്പൊ ഗുരു പറയാണ്, നിങ്ങൾ എല്ലാവരും ഗുരുദക്ഷിണ വയ്ക്കൂ എന്ന് പറയുമ്പോൾ മറ്റുള്ള കുഞ്ഞുങ്ങളെല്ലാവരും അല്ലെ, എല്ലാവരും അവരവരുടെ വീട്ടിൽ പോകും. അവരവരുടെ വീട്ടിൽ പോയി അച്ഛനും അമ്മയും അടുത്ത് പോയി ചോദിക്കും, അല്ലെ, അച്ഛനോട് പോയി ചോദിക്കും, അച്ഛാ എന്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു, ഇനി എന്താണ് എന്താണ് അവസാനത്തെ എന്താണ് സർട്ടിഫിക്കറ്റ് സെലിബ്രേഷനാണ്, സെറമണിയാണ്, അതുകൊണ്ട് ഗുരുദക്ഷിണ കൊടുക്കണം, അതുകൊണ്ട് എന്തെങ്കിലും ഗുരുദക്ഷിണ തരണമെന്ന് പറയും. കഥ കേൾക്കുന്നുണ്ടല്ലേ? അപ്പോ ഈ ബ്രാഹ്മണ കുട്ടിയും അമ്മയോട് പോയി ചോദിച്ചു, അതിന് അച്ഛനില്ലല്ലോ, അമ്മയോട് പോയി ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, എടാ മോനെ, എന്റെ കയ്യിൽ ഒന്നുമില്ല ഗുരുദക്ഷിണ കൊടുക്കാനായിട്ട്, നീ ഒരു കാര്യം ചെയ്യും, ഭഗവാനോട് പോയി ചോദിക്കും എന്ന് പറഞ്ഞു. നമ്മുടെ ധ്രുവ മഹാരാജാവിനോട് പറഞ്ഞതുപോലെയാണ് ഈ കുഞ്ഞിനോട് അമ്മ പറയുന്നത്. ഇത് നടന്ന കാര്യമാട്ടാ. നീ പോയി ദൈവത്തോട് ചോദിക്കും, അല്ലേ? അപ്പോ ഈ കുഞ്ഞു ദൈവത്തിന്റെ പേരെന്തുവാ? അത് ദീനബന്ധു, അല്ലെ? നമ്മളെ പോലെയുള്ള ആൾക്കാരുടെയൊക്കെ ബന്ധു ആരാണ്? പാവപ്പെട്ടവർക്ക് ആരാണ് ഇത് ഇത് സംരക്ഷണം തരുന്നത്? അത് ഭഗവാനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് എന്താണ്? ദീനബന്ധു. ഈ ദീനബന്ധു എവിടെ കാണും? കാട്ടിൽ കാണും. എപ്പോഴും കാട്ടിലാണല്ലോ അദ്ദേഹം, ഭഗവാൻ ഇരിക്കാൻ. കാട്ടിൽ കാണും. ഈ ബ്രാഹ്മണ കുട്ടി നിഷ്കളങ്കനായിട്ടുള്ള ബ്രാഹ്മണ കുട്ടിയാണ്. അവൻ നേരെ കാട്ടിലേക്ക് പോയി. കാട്ടിലേക്ക് പോയിട്ട് ഉൾക്കാട്ടിൽ ചെന്നിട്ട് ദീനബന്ധു, ദീനബന്ധു, ദീനബന്ധു എന്നിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. വിളിക്കുകയാണ്, ഭഗവാനെ നീ എവിടെയാണ് എന്നുള്ളത് ദീനബന്ധു എന്നാ വിളിച്ച. കാട്ടിലേക്ക് പോയിട്ട് ഇങ്ങനെ അലറി വിളിക്കുകയാണ്. ഉടനെ ഈ കുറ്റിക്കാടിന്റെ ഇടയിൽ നിന്ന് ഒരു കൊച്ചു പയ്യൻ വെളിയിലോട്ട് വന്നു. അപ്പൊ ചോദിച്ചു, നീ ആരാ? എന്റെ പേര്, നീ എന്നെയല്ലേ വിളിച്ച ദീനബന്ധു? ഞാനാണ് ദീനബന്ധു, നീ എന്നെ വിളിച്ച എന്നും പറഞ്ഞ അവർ നമുക്ക് കളിക്കാന്നൊക്കെ പറഞ്ഞ അവര് രണ്ടുപേരും കൂടെ കുറെ നേരമൊക്കെ കളിച്ചു. അല്ല, നീ എന്തിനാ വന്നേ, എന്തിനാ എന്നെ അന്വേഷിച്ച് വന്നതെന്ന് ദീനബന്ധു ചോദിച്ചപ്പോ ഈ ബ്രാഹ്മണ കുട്ടി പറഞ്ഞു, എനിക്ക് ഗുരുവിന് ഗുരുദക്ഷിണ കൊടുക്കണം. അമ്മ പറഞ്ഞു ഇവിടെ വന്ന് ദീനബന്ധുവിനോട് ചോദിച്ചാൽ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാട്ടിലേക്ക് വന്നതാണ്. ശരി, നിനക്കപ്പോ എന്താണ് ഗുരുവിന് ഗുരുദക്ഷിണ കൊടുക്കണം, അല്ലെ? ശരി, ഒരു കാര്യം ചെയ്യൂ, ഒരു കുടം തൈരുണ്ട്, അത് ഇതുകൊണ്ട് കൊടുക്കുമെന്ന് പറയും. നമുക്കിപ്പോ നമ്മുടെ എന്താണ് പെരിയ മോളിലോട്ട് പോയില്ലേ, എന്താണ് ഗുരുദക്ഷിണയായിട്ട് ഒരു കുടം തൈരോ? ശരി, ഇതുപോലെ തന്നെയായിരുന്നു, ഇല്ലേ? ആ എന്താണ്, അത് നിഷ്കളങ്കനായതുകൊണ്ട് അവന് അങ്ങനെ തോന്നിയില്ല. ദിനബന്ധു തന്നതല്ലേ, ഇതുകൊണ്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു. അതിപ്പോ തൈരാണോ കൊടുക്കേണ്ടത്, കാശാണോ കൊടുക്കേണ്ടത്, രത്നങ്ങളാണോ കൊടുക്കേണ്ടതെന്നൊന്നും ഈ കുഞ്ഞിനെ അറിയത്തില്ല. അതുകൊണ്ട് എന്താണോ ദീനബന്ധു കൊടുത്തത് അത് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞ് നേരെ ഗുരുവിന്റെ അടുത്തേക്ക് പോവാണ്. നിഷ്കളങ്കനായിട്ടുള്ള ബാലനാണ്. ഗുരുവിന്റെ കൈ കൊണ്ട് കൊടുത്തു. ഗുരുവിന്റെ കൈ കൊണ്ട് കൊടുത്തു. ബാക്കി എല്ലാവരും വളരെ വലിയ വലിയ എന്താണ് വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെയാണ് ഗുരുദക്ഷിണായി സമർപ്പിച്ചത്. യവനോട് ചോദിച്ചപ്പോ യവൻ ഈ കുടം തൈരെടുത്തു കൊടുത്തു. ഇത് കണ്ടപ്പോഴേ ഗുരുവിന് ദേഷ്യം വന്നു. ഒരു കുടം തൈരോ, നിനക്കിത് എവിടെ നിന്ന് കിട്ടിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ അശ്രദ്ധമായി തറയിലോട്ട് എറിഞ്ഞു. തറയിലോട്ട് എറിഞ്ഞപ്പോ കുറെ തൈര് താഴെ പോയി, അല്ലേ? അയ്യോ, താഴെ പോയെന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും അത് എടുത്തു. കുറെ തൈര് താഴെ കിടക്കും. പക്ഷെ വീണ്ടും എടുക്കുമ്പോ ആ തൈര് കുടത്തിനകത്ത് നിറയെ തൈരുണ്ട്, അല്ലേ? പിന്നെ എന്തോ അശ്രദ്ധമായിട്ട് എന്തോ അത് വീണ്ടും വീണ്ടും താഴോട്ട് വീണുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും കുറെ തൈര് പോയി. വീണ്ടും അദ്ദേഹം അത് കയ്യിലെടുത്ത് വെച്ചപ്പോ വീണ്ടും അതില് എന്താണ് എന്താണ് തൈര് നിറഞ്ഞുണ്ട്. പക്ഷെ ഈ കളഞ്ഞ തൈരൊക്കെ അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഈ കുടം എടുക്കുമ്പോ അത് നിറഞ്ഞു തന്നെ ഇരിക്കുന്നു, അല്ലേ? വീണ്ടും വീണ്ടും ഇത് സംഭവിച്ചപ്പോ ഈ ഗുരുവിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിനക്ക് എവിടെ നിന്നാണ് ഈ കുടം കിട്ടിയത്? അപ്പൊ അവൻ പറഞ്ഞു, ഞാന് അമ്മയോട് ചോദിച്ചപ്പോ അമ്മയുടെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. അമ്മ പറഞ്ഞു ഈശ്വരനോട് ചോദിക്കാനായിട്ട്, ദൈവത്തിനോട് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവത്തിനെ അന്വേഷിച്ച് കാട്ടിൽ പോയി. കാട്ടിൽ ചെന്നപ്പോ അവിടെ ദീനബന്ധുവിനെ ഞാൻ കണ്ടു. ആ ദീനബന്ധു എനിക്ക് തന്നു വിട്ടതാണെന്ന് പറഞ്ഞു, അല്ലേ? ആ ഗുരുവിന്റെ കണ്ണങ്ങോട്ട് നിറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ചു. എന്താ കാര്യം? ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ പൂർണ്ണമേവാവശിഷ്യതേ. അല്ലേ? പൂർണ്ണം എപ്പോഴും പൂർണ്ണമായി തന്നെ ഇരിക്കും. ഭഗവാന്റെ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അത് ഇന്നെന്തുമാത്രം അല്ലെ എടുത്തു കൊടുത്താലും അത് പൂർണ്ണമായിട്ട് തന്നെ ഇരിക്കും, അല്ലെ? പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം
പൂർണ്ണം ഏവ വശിഷ്യത്. അപ്പോ ഗുരുവിന് മനസ്സിലായി ഇത് ആരാണ് തന്നത്, അല്ലെ കൊടുത്തയച്ചതെന്ന്. അപ്പൊ അതാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ എപ്പോഴും പൂർണ്ണമാണ്. ഭഗവാനിൽ നിന്ന് എന്തുമാത്രം കിട്ടിയാലും അല്ലെ അത് പൂർണ്ണമായി തന്നെ ഇരിക്കും. അതിനൊരിക്കലും അല്പം പോലും കുറവ് വരില്ല. അതാണ് ഭഗവാന്റെ മേന്മ എന്ന് പറയുന്നത്. ഉം. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് ഇത് നിർത്താം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ദണ്ഡവത് ഹരേ പ്രണാമം. കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ.